നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കനത്ത പ്രചാരണത്തിനൊടുവിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക്. കേരള നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ സിറ്റി പോലീസ് ജില്ലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. വെള്ളാനിക്കര ടെൻസ് നഗറിന് സമീപം നിയന്ത്രണം തെറ്റിയ കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം, ഒരാൾക്ക് പരിക്ക്. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന്റെ ആവേശത്തിന് തുടക്കം കുറിച്ച് പാറമേക്കാവ് വിഭാഗം മണികണ്ഠനാൽ പന്തലിന് കാൽനാട്ടി. ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. വാർത്തകൾ വിശദമായി. കനത്ത പ്രചാരണത്തിനൊടുവിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് നിശബ്ദ പ്രചാരണം. വിട്ടുപോയ വോട്ടർമാരെയും മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെയും നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. അക്രമ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2500 പ്രശ്നബാധിത ബൂത്തുകൾ സംസ്ഥാനത്ത് ഉണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്. 140 കമ്പനി കേന്ദ്ര സേനാംഗങ്ങളും 20 കമ്പനി തമിഴ്നാട് പോലീസും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്തെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും നടന്നു. നാളെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. പാണഞ്ചേരിയിൽ 35,000-ലധികം വോട്ടർമാർ വിധിയെഴുതും. ഏപ്രിൽ 9 രാവിലെ 7 മണി മുതൽ തെരഞ്ഞെടുപ്പ് ആരംഭിക്കും. ഉള്ളൂർ നിയോജക മണ്ഡലത്തിൽ ആകെ 1,08,395 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ പുരുഷ വോട്ടർമാർ 91,397, സ്ത്രീ വോട്ടർമാർ 96,997, ട്രാൻസ്ജെൻഡർ ഒന്നുമാണുള്ളത്. ഉള്ളൂർ നിയോജക മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തിലെ പാണഞ്ചേരി വില്ലേജിൽ 20 ബൂത്തുകളും പീച്ചി വില്ലേജിൽ 20 ബൂത്തുകളും അടക്കം 40 ബൂത്തുകളാണുള്ളത്. പീച്ചി വില്ലേജിന് കീഴിൽ വരുന്ന 20 ബൂത്തുകളിൽ നിന്നായി 16,139 വോട്ടുകളാണുള്ളത്. ഇതിൽ 7,920 പുരുഷ വോട്ടർമാരും 8,219 സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ബൂത്ത് 65 നമ്പർ ഒളകര ഉന്നതിയാണ്. 176 വോട്ടർമാരാണ് ഇവിടെ ഉള്ളത്. ഇതിൽ 77 പുരുഷന്മാരും 99 സ്ത്രീകളുമാണ്. പാണഞ്ചേരി വില്ലേജിൽ 20 ബൂത്തുകളിൽ നിന്ന് 19,193 വോട്ടുകളാണുള്ളത്. ഇതിൽ 9,256 പുരുഷ വോട്ടർമാരും 9,936 സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. SIR നിയമം നടപ്പാക്കിയതോടെ പാണഞ്ചേരി പഞ്ചായത്തിൽ 40 ബൂത്തുകളിൽ നിന്നായി 35,332 വോട്ടർമാരാണുള്ളത്. ഇതിൽ 17,176 പുരുഷ വോട്ടർമാരും 18,155 സ്ത്രീ വോട്ടർമാരും ഉൾപ്പെടും. പഞ്ചായത്തിലെ സ്കൂളുകൾ, അംഗൻവാടികൾ പോളിംഗ് സ്റ്റേഷനുകളാകും. വൈകിട്ടോടെ പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള ഉദ്യോഗസ്ഥരും മെഷീനുകളും എത്തിച്ചേരും. കേരള നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ സിറ്റി പോലീസ് ജില്ലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. തൃശൂർ സിറ്റി ജില്ലയിൽ ആകെയുള്ള 1,455 ബൂത്തുകളിലെയും പോലീസ് ഉദ്യോഗസ്ഥരുടെ വിന്യാസം പൂർത്തിയായി. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് IPSന്റെ നേതൃത്വത്തിൽ 9 അസിസ്റ്റന്റ് കമ്മീഷണർമാർ, 31 പോലീസ് ഇൻസ്പെക്ടർമാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ, 175 സബ് ഇൻസ്പെക്ടർമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാർ, 2,500-ലധികം സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ, സിവിൽ പോലീസ് ഓഫീസർമാർ, കൂടാതെ 1,319 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരും 65ഓളം SPC അലുമിനി വളണ്ടിയർമാരും ഡ്യൂട്ടിയിലുണ്ടാകും. തൃശൂർ സിറ്റി ജില്ലയിൽ ആകെ 2,700-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിക്കായി സജ്ജമായിട്ടുള്ളത്. എളുപ്പത്തിൽ സുരക്ഷയൊരുക്കുന്നതിനായി 6 താൽക്കാലിക ഇലക്ഷൻ സബ് ഡിവിഷനുകളിലായി വിഭജിച്ച് അസിസ്റ്റന്റ് കമ്മീഷണർമാർ ചുമതല ഏറ്റെടുത്തു. ചാവക്കാട്, വടക്കേക്കാട് എന്നീ പോലീസ് സ്റ്റേഷനുകൾ ചാവക്കാട് ഇലക്ഷൻ സബ് ഡിവിഷന്റെ കീഴിൽ ഉൾപ്പെടുകയും ചുമതല ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ V സുരേഷ് ഏറ്റെടുക്കുകയും ചെയ്യും. വടക്കാഞ്ചേരി, ചേലക്കര, പഴയന്നൂർ, ചെറുതുരുത്തി എന്നീ പോലീസ് സ്റ്റേഷനുകളെ വടക്കാഞ്ചേരി ഇലക്ഷൻ സബ് ഡിവിഷനിൽ ഉൾപ്പെടുത്തി ചുമതല C ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ KA മുഹമ്മദ് നിസാർ ഏറ്റെടുത്തു. കുന്നംകുളം, എരുമപ്പെട്ടി എന്നീ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടുത്തി കുന്നംകുളം ഇലക്ഷൻ സബ് ഡിവിഷനിൽ ചുമതല കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർ N മുരളീധരൻ നിർവഹിക്കും. തൃശൂർ, ഉള്ളൂർ എന്നീ സബ് ഡിവിഷനുകളിൽ ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷനുകളെ മാറ്റമില്ലാതെ അതാത് സബ് ഡിവിഷനിൽ തന്നെ ഉൾപ്പെടുത്തി തൃശൂർ, ഉള്ളൂർ എന്നീ ഇലക്ഷൻ സബ് ഡിവിഷനായും തൃശൂർ ഇലക്ഷൻ സബ് ഡിവിഷന്റെ ചുമതല തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ M ശശിധരൻ, ഉള്ളൂർ സബ് ഡിവിഷന്റെ ചുമതല അസിസ്റ്റന്റ് കമ്മീഷണർ KP തോംസൺ എന്നിവരും ഏറ്റെടുത്തു.
ഗുരുവായൂർ, ഗുരുവായൂർ ടെമ്പിൾ, പാവറട്ടി എന്നീ പോലീസ് സ്റ്റേഷനുകളെ ഗുരുവായൂർ ഇലക്ഷൻ സബ് ഡിവിഷനിൽ ഉൾപ്പെടുത്തി ചുമതല ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ പി ഷിബു എന്നിവരും ഏറ്റെടുത്തു. പ്രശ്നബാധിത ബൂത്തുകളിലും അതീവ ജാഗ്രത ആവശ്യമുള്ള സ്ഥലങ്ങളിലും കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ പിക്കറ്റ് പോസ്റ്റുകളും പെട്രോളിംഗും ആരംഭിച്ചിട്ടുണ്ട്. ക്രമസമാധാന നില അവലോകനം ചെയ്യുന്നതിന് പ്രത്യേക ഇലക്ഷൻ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. ഫലപ്രഖ്യാപനം നടക്കുന്ന മെയ് 4 വരെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ മണലൂർ, ഗുരുവായൂർ, നാട്ടിക എന്നിവ ഭാഗികമായും, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി, ഒല്ലൂർ, തൃശൂർ എന്നിവ പൂർണ്ണമായും തൃശൂർ സിറ്റിയുടെ പരിധിയിലാണ് വരുന്നത്. 8 നിയമസഭാ മണ്ഡലങ്ങളിലെ 5 സ്ട്രോങ് റൂം തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും 3 സ്ട്രോങ് റൂമുകൾ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലുമാണ് ഉള്ളത്. ഇവിടെയും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതീവ സംഘർഷം, തർക്കം, മറ്റു പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസ് കർശന നടപടിയെടുക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് അറിയിച്ചു. ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ സ്വാതന്ത്ര്യവും നിർഭയവുമായ വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കുവാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയിൽ നിക്ഷിപ്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി തൃശൂർ ജില്ലയിൽ ജില്ലാ മജിസ്ട്രേറ്റായ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ 163 വകുപ്പ് പ്രകാരം പുറപ്പെടുവിച്ച ഈ ഉത്തരവ് ഏപ്രിൽ 10 രാവിലെ 6 വരെ നിലവിലുണ്ടാകും. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനും വോട്ടെടുപ്പ് വേളയിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിനുമായാണ് ഈ കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ജില്ലയിലെ നിയമവിരുദ്ധമായ സംഘം ചേരലുകൾക്കോ പൊതുയോഗങ്ങൾക്കോ പ്രകടനങ്ങൾക്കോ അനുമതിയില്ല. ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുന്നതിനും കർശന നിരോധനമുണ്ട്. പോളിംഗ് സ്റ്റേഷനുകൾക്കുള്ളിൽ നിരീക്ഷകർക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ഒഴികെ മറ്റാർക്കും മൊബൈൽ ഫോണുകളോ വയർലെസ് സെറ്റുകളോ ഉപയോഗിക്കാൻ അനുവാദമില്ല. പോളിംഗ് സ്റ്റേഷന്റെ അകത്തും പരിസരത്തും ആയുധം കൈവശം വയ്ക്കുന്നത് നിയമലംഘനമാണ്. പോളിംഗ് സ്റ്റേഷന്റെ 100 മീറ്റർ ചുറ്റളവിൽ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ബൂത്തുകൾ സ്ഥാപിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് സമയം. പോളിംഗ് അവസാനിക്കുന്നത് വരെയുള്ള 48 മണിക്കൂർ പൊതുയോഗങ്ങൾക്കും നിയമവിരുദ്ധ സംഘം ചേരലിനും കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രചാരണ സമയം പൂർത്തിയായതിനു ശേഷം പ്രചാരണ പരിപാടികൾ നടത്താൻ പാടില്ല. അതത് മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാത്ത ഇലക്ഷൻ പ്രവർത്തന ഭാരവാഹികളുടെ സാന്നിധ്യമുണ്ടാകരുത്. ഈ സമയപരിധിയിൽ ഉച്ചഭാഷിണികളുടെ ഉപയോഗവും പാടില്ല. പോളിംഗ് സ്റ്റേഷനുകളുടെ 100 മീറ്റർ ചുറ്റളവിൽ സ്ഥാനാർത്ഥികൾക്ക് ഇലക്ഷൻ ബൂത്തുകൾ സ്ഥാപിക്കാൻ അനുമതിയില്ല. 100 മീറ്റർ പരിധിക്ക് അപ്പുറം ഒരു സ്ഥാനാർത്ഥിയുടെ 1-ൽ കൂടുതൽ ഇലക്ഷൻ ബൂത്തുകൾ പാടില്ല. ഏതെങ്കിലും അഭിപ്രായ സർവേയുടെയോ മറ്റേതെങ്കിലും പോൾ സർവേയുടെയോ ഫലങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഏതെങ്കിലും ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കരുത്. ഇലക്ഷൻ ഒബ്സർവർമാർ, മൈക്രോ ഒബ്സർവർമാർ, അംഗീകൃത തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പോലീസ് ഇലക്ഷൻ ഉദ്യോഗസ്ഥർ എന്നിവരൊഴികെയുള്ളവർക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ സെല്ലുലാർ ഫോൺ, കോർഡ്ലെസ് സെറ്റുകൾ, വയർലെസ് സെറ്റുകൾ എന്നിവ പോളിംഗ് സ്റ്റേഷനുകളുടെ 100 മീറ്റർ ചുറ്റളവിൽ അനുവദനീയമല്ല. ഈ ഉത്തരവ് പൊതുജനങ്ങളുടെ സാധാരണ ജീവിതത്തെയോ ജോലിയെയോ ബാധിക്കില്ല. വിവാഹങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ, മറ്റ് സ്വകാര്യ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണങ്ങൾ ബാധകമല്ല. വോട്ടെടുപ്പിന് മുൻപുള്ള 48 മണിക്കൂറിൽ വീടുകളിൽ കയറിയുള്ള പ്രചാരണങ്ങൾക്കും തടസ്സമുണ്ടാകില്ല. ക്രമസമാധാന പാലനം, തെരഞ്ഞെടുപ്പ് നടത്തൽ, അവശ്യ സേവനങ്ങളുടെ പരിപാലനം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന സർക്കാരിന്റെ ഏജൻസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഈ ഉത്തരവ് ബാധകമല്ല. ഏപ്രിൽ 10 പുലർച്ചെ 6 മണിവരെയാണ് ഈ നിയന്ത്രണങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ UDF തരംഗം ആഞ്ഞടിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. UDF നേതാക്കൾക്കൊപ്പം DCC ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനം 10 വർഷത്തെ ദുരന്തപൂർണമായ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. എല്ലാ രീതിയിലും ജനം സഹികെട്ട ഭരണകാലത്തിനാണ് തിരശ്ശീല വീഴുന്നത്. രൂക്ഷമായ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ക്രമസമാധാന തകർച്ച, സാമ്പത്തിക തകർച്ച, വന്യജീവി സംഘർഷങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളിലെ അലംഭാവം, വിശ്വാസങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം തുടങ്ങിയ ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ജനം ഏപ്രിൽ 9 UDFന് അനുകൂലമായി വിധിയെഴുതും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇതിന്റെ വ്യക്തമായ സൂചനകളാണ് നൽകിയത്. 10 വർഷത്തിനു ശേഷം ഉജ്ജ്വലമായ കരുത്തോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ജില്ലയിൽ തിരിച്ചു വന്നത്. നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ യാതൊരുവിധ അപശബ്ദങ്ങളും ഉണ്ടായില്ല. കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ വലിയ ഐക്യത്തോടെയാണ് UDF തൃശൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മുതൽ SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തി. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. പല പത്രമാധ്യമ സർവേകളും
അസ്ഥാനത്താക്കുന്ന സമാനതകളില്ലാത്ത വിജയമായിരിക്കും UDF ജില്ലയിൽ കൈവരിക്കുക. പല മണ്ഡലങ്ങളിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. മെയ് 4-ന് UDFന്റെ തൃശൂർ പൂരമായിരിക്കുമെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പത്രസമ്മേളനത്തിൽ UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, നേതാക്കളായ CA മുഹമ്മദ് റഷീദ്, CV കുര്യാക്കോസ് എന്നിവർ പങ്കെടുത്തു. ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയനൈരാശ്യം, മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. തൃശൂരിൽ ആവേശം വിതറി UDF കൊട്ടിക്കലാശം. രാജൻ ജെ പല്ലന്റെ പരസ്യ പ്രചാരണത്തിന് ഉജ്ജ്വല സമാപനം. ആവേശകരമായ കൊട്ടിക്കലാശത്തോടെ തൃശൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലന്റെ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന് സമാപനമായി. KB ശശികുമാർ, ഇലക്ഷൻ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ IP പോൾ, ജനറൽ സെക്രട്ടറിയും മുൻ MLAയുമായ MP വിൻസെന്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സമാപന പരിപാടികൾ നടന്നത്. ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, DCC സെക്രട്ടറിമാരായ ശിവരാമകൃഷ്ണൻ, സജി പോൾ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഫ്രാൻസിസ് ചാലിശ്ശേരി, KP രാധാകൃഷ്ണൻ, മേയർ നിജി ജസ്റ്റിൻ, TV ചന്ദ്രമോഹൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾക്കൊപ്പം 100 കണക്കിന് പ്രവർത്തകരും കൊട്ടിക്കലാശത്തിൽ പങ്കുചേർന്നു. വാദ്യമേളങ്ങളുടെയും പ്രവർത്തകരുടെയും മുദ്രാവാക്യം വിളികളുടെയും അകമ്പടിയോടെ നടന്ന പരിപാടി മണ്ഡലത്തിലെ UDFന്റെ കരുത്ത് വിളിച്ചോതുന്നതായി. Bye.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് CPIM ജില്ലാ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. 13 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണ് LDF ജനസമക്ഷം അവതരിപ്പിച്ചിട്ടുള്ളത്. ജനപക്ഷത്ത് എന്നും നിലയുറപ്പിക്കുകയും കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും സാധാരണ ജനങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് LDF സ്ഥാനാർത്ഥികൾ. LDF സർക്കാർ നടപ്പിലാക്കിയ വികസന ക്ഷേമ പദ്ധതികൾ സമാനതകളില്ലാത്തതാണ്. ജില്ലയിൽ ഇത്രയും അധികം പദ്ധതികൾ മുൻപ് ഒരു കാലത്തും നടപ്പിലാക്കിയിട്ടില്ല. ദേശീയപാത 66 മലയോര പാതയും തീരദേശ ഹൈവേയും LDF സർക്കാരിൻ്റെ എക്കാലത്തേക്കുമുള്ള സംഭാവനകളാണ്. ഗെയിലും സുവോളജിക്കൽ പാർക്കും റെയിൽവേ മേൽപ്പാലങ്ങളും നവീകരിക്കപ്പെട്ട സംസ്ഥാന പാതയും അഭിമാനകരമായ പദ്ധതികളാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ ജില്ലയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്വാസമാണ്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ രചനാത്മകമായ വികസന പദ്ധതികൾ നടപ്പിലാക്കി. UDF കാലത്ത് പവർ കട്ടും പെൻഷൻ നിഷേധവുമായിരുന്നു. KSRTC തകർച്ചയിലായിരുന്നു. പാഠപുസ്തകങ്ങൾ കൃത്യമായി വിതരണം ചെയ്തിരുന്നില്ല. അഴിമതിയും വർഗീയ വിഭജനവുമായിരുന്നു അക്കാലത്തെ നിത്യസംഭവങ്ങൾ. ഇപ്പോൾ വാഗ്ദാന പെരുമഴയുമായി രംഗത്തുള്ള UDFും BJPയും ജനങ്ങളെ വഞ്ചിച്ചവരാണ്. അവരുടെ ഭരണ സംസ്ഥാനങ്ങൾ തികഞ്ഞ പരാജയമാണ്. ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. LDF സംസ്ഥാന ഭരണം ജനങ്ങൾക്ക് ക്ഷേമവും വികസനവും മാത്രം സമ്മാനിച്ചപ്പോൾ UDFും BJPയും ജനവിരുദ്ധ നിലപാടുകൾ മാത്രമാണ് നടപ്പിലാക്കിയതും ഇപ്പോൾ നടപ്പിലാക്കുന്നതും. ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അന്തരിച്ചു. ആലപ്പാട്ട് ആന്റണിയുടെയും റോസിയുടെയും മകനാണ്. സഹോദരങ്ങൾ ജോൺസൺ, മേരി. തൃശൂർ സേക്രഡ് ഹാർട്ട് മോഡൽ ബോയ്സ് ഹൈസ്കൂൾ, സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദം നേടി. കോഴിക്കോട്ട് ജെസ്യൂട്ട് ട്രെയിനിംഗ് കോളേജ്, അടയാർ സേക്രഡ് ഹാർട്ട് കോളേജ്, ആലുവ മംഗലപ്പുഴ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിൽ നിന്ന് തത്വശാസ്ത്ര ദൈവശാസ്ത്ര ബിരുദങ്ങളും 1995 വൈദികാഭിഷേകത്തിനു ശേഷം പാവറട്ടി, ഇരവിമംഗലം, കണ്ണംകുളങ്ങര, വിജയപുരം, ചേറൂർ, കോളങ്ങാട്ടുകര, നെഹ്റു നഗർ എന്നിവിടങ്ങളിൽ ശുശ്രൂഷ ചെയ്തു. മാനസികാരോഗ്യ ആശുപത്രിക്ക് വേണ്ടി കേരള ഹൈക്കോടതി നിയമിച്ച മോണിറ്ററിംഗ് കമ്മിറ്റിയിലും തൃശൂർ ജില്ലാ ആശുപത്രി, തൃശൂർ മെഡിക്കൽ കോളേജ്, കൊരട്ടി ഗവൺമെന്റ് ലെപ്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ ഉപദേശക സമിതിയിലും അംഗമായിരുന്നു. പൂവിതൽ പൊഴിയുമ്പോൾ എന്ന രക്തദാന ഡോക്യുമെന്ററിയുടെയും TG രവി നായകനായി അഭിനയിച്ച ഓർമ്മകൾക്കപ്പുറം എന്ന ഷോർട്ട് ഫിലിമിന്റെയും സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ്, ജൂബിലി മിഷൻ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, തൃശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് സയൻസ് എന്നിവയുടെ സ്ഥാപക ഡയറക്ടർ, തൃശൂർ അതിരൂപത വികാരി ജനറൽ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് പ്രസിഡന്റ്, സാന്ത്വനം ചെയർമാൻ, സത്സംഗ് രക്ഷാധികാരി, കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറത്തിന്റെ സ്ഥാപകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തൃശൂർ അതിരൂപതയുടെ തീരദേശ ആരോഗ്യ മിഷൻ കേന്ദ്രമായ ഏങ്ങണ്ടിയൂർ മേരി ഇമ്മാക്കുലേറ്റ് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറും ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാനുമായിരുന്നു. വിവാഹവേദിയിലേക്ക് ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു. ദൈവവചനം ധ്യാനിക്കാനും ജീവിക്കാനും, സുഭാഷിതങ്ങൾ, ചിന്താദളങ്ങൾ, നോമ്പുകാല ചിന്തകൾ, കന്തൻ ചാവടി, ആറ്റുവഞ്ചി, രാഘവ കൃഷ്ണ, അനഘ, അവൾക്കൊപ്പം, എൻ്റെ പ്രിയ കഥകൾ, മറുവശം, സാറ്റലൈറ്റ്സ്, ഒരു വ്രണിത മാനസൻ, ഞാൻ എന്ന ഞാൻ, മാഞ്ചിറപ്പാലം, രേണു രാജസ്ഥാനി, അടർത്താനാകാതെ അടരാനാകാതെ, പൊഴിയുന്ന റോസാദളങ്ങൾ, സുഭാഷിതങ്ങളും ഒരു ദീർഘകഥയും, കാണാപ്പുറങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. വെള്ളാനിക്കര ടെൻസ് നഗറിന് സമീപം നിയന്ത്രണം തെറ്റിയ കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് അപകടം, ഒരാൾക്ക് പരിക്ക്. വെള്ളാനിക്കര കർഷക ഭവന് സമീപം ബുധനാഴ്ച രാവിലെ 9:30 അപകടം ഉണ്ടായത്. കാർ ഇടിച്ചതോടെ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് പ്രദേശത്തെ വൈദ്യുതി വിതരണവും നിലച്ചു. ചെറക്കോട് ഭാഗത്തു നിന്നും വരികയായിരുന്ന മുക്കാട്ടുകര സ്വദേശിയുടേതാണ് അപകടത്തിൽപ്പെട്ട കാർ. ഇയാളെ പരിക്കുകളോടെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തകർന്ന വൈദ്യുതി പോസ്റ്റ് ശരിയാക്കുന്നതിനായി KSEB അധികൃതർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഈ വഴിയിലേക്ക് തിരിയായിരുന്നു കട തുറക്കാനായിട്ട്. അപ്പോഴാണ് ഒച്ച കേട്ടത്. അപ്പൊ നോക്കുമ്പോഴത്തേനും ഇതിങ്ങനെ ബ്രേക്ക് ഭയങ്കരമായിട്ട് നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നുണ്ടായിരുന്നത്. ബ്രേക്ക് പിടിച്ചിട്ടൊന്നും വണ്ടി നിൽക്കാണ്ട് ഭയങ്കര സൗണ്ടോട് കൂടി അങ്ങ് ചെന്നിട്ട് നോക്കുമ്പോൾ വണ്ടി വെച്ചിട്ട് നോക്കുമ്പോൾ ആകെ പുകയും പൊടിയും ചുമന്ന മണ്ണൊക്കെ ഇങ്ങനെ ആകെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കണ്ടായിരുന്നു.
അപ്പോഴത്തേനും ഈ പോസ്റ്റൊക്കെ ലൈനൊക്കെ പൊട്ടി വീഴും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോൾ മനസ്സിലായി, വണ്ടി കാറാണെന്ന് മനസ്സിലായി. അപ്പോഴത്തേനും ഇവിടെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഓടി അവിടേക്ക് ചെല്ലും. ഞങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ വണ്ടിയുടെ മുൻവശം അങ്ങനെ ഇടിച്ചിങ്ങനെ ഇതായിരിക്കണതാണ്. അപ്പം അന്നേരം അവിടെ ബൈക്കിൽ സ്കൂട്ടിയിൽ കുറച്ച് പേര് വന്നിരുന്നു, കാറിലും വന്നിരുന്നു. അവരങ്ങന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു. അവർ വേഗം വന്നപ്പോൾ കണ്ടപ്പോൾ വേഗം നിർത്തിയിട്ട് അവർ തന്നെ കാറിലാണെന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെ അത്രയ്ക്ക് അധികം ശ്രദ്ധിച്ചില്ല. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന്റെ ആവേശത്തിന് തുടക്കം കുറിച്ച് പാറമേക്കാവ് വിഭാഗം മണികണ്ഠനാൽ പന്തലിന് കാൽനാട്ടി. മേക്കാവ് മേൽശാന്തി കാരേക്കാട് രാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഭൂമി പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. എടപ്പാൾ നാദം സൗണ്ട് ഇലക്ട്രിക്കൽ സി ബൈജുവാണ് പന്തൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ, സെക്രട്ടറി ടി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. LDF UDF സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. തുടർച്ചയായ 5ാം വർഷമാണ് ബൈജു പാറമേക്കാവലിനായി പന്തൽ നിർമ്മിക്കുന്നത്. ഇത്തവണ 100 അടി ഉയരത്തിൽ 4 നിലകളിലായി ക്ഷേത്ര മാതൃകയിലാണ് പന്തൽ ഒരുങ്ങുന്നത്. LED പിക്സൽ ലൈറ്റുകൾ കൊണ്ടുള്ള വർണ്ണവിസ്മയത്തിനും ബൈജുവും സംഘമാണ് നേതൃത്വം നൽകുന്നത്. 30ഓളം തൊഴിലാളികളാണ് ഇത്തവണ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. 26-നാണ് തൃശൂർ പൂരം. ഇന്ന് കാലത്ത് 10 മണിക്ക് കാരേക്കാട് രാമൻ നമ്പൂതിരിയുടെ പൂജകൾക്ക് ശേഷം ദേശക്കാരെല്ലാവരും കൂടി കാലുനാട്ടി പന്തൽ മണികണ്ഠനാൽ പന്തലിന്റെ. ഇനി 20-ാം തീയതിയാണ് കൊടിയേറ്റം, 24-ന് സാമ്പിൾ വെടിക്കെട്ട്, 26-ന് പൂരം. അപ്പോൾ ഈ കുടമാറ്റത്തിനും വെടിക്കെട്ടിലൊക്കെ വളരെയധികം സർപ്രൈസുകൾ ഉണ്ടാവും. അത് നിങ്ങൾ ഇനി കാണാൻ പോകുന്നുള്ളൂ. പൂരസംഘാടകരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ആവേശമൊന്നുമില്ല. ഞങ്ങൾക്ക് പൂരത്തിന്റെ ആവേശമുള്ളൂ. അതെ 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 തീർച്ചയായും. ഒരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക്. മണ്ണുത്തി കേരള കാർഷിക സർവകലാശാല 2025 അധ്യയന വർഷത്തെ ബിരുദ സമർപ്പണം ഗവർണറും കാർഷിക സർവകലാശാല ചാൻസലറുമായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. കേരള ഗവർണറും കാർഷിക സർവകലാശാല ചാൻസലറുമായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായി. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് IAS പങ്കെടുത്തു. കൃഷി, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഫോറസ്ട്രി, ബേസിക് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നീ 4 ഫാക്കൽറ്റികളിലായി 1108 വിദ്യാർത്ഥികളിൽ 89 ഡോക്ടറേറ്റ്, 254 ബിരുദാനന്തര ബിരുദം, 628 ബിരുദം, 94 ഡിപ്ലോമ, 43 PG ഡിപ്ലോമ എന്നിവ നൽകി. ബിരുദം നേടി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാടിനു വേണ്ടി ഉത്തരവാദിത്വത്തോടെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ചാൻസലർ പറഞ്ഞു.
ദേശീയ ഗീതം വന്ദേ മാതരം സുജലാം സുഫലാം എന്ന 2 പ്രധാന വിഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നല്ല ജലം, നല്ല ഫലങ്ങൾ. കാർഷിക ബിരുദധാരികൾ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിദ്യാർത്ഥികളിൽ സംരംഭകത്വം വളർത്തിയെടുക്കണമെന്നും ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂല സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാഠ്യേതര വിഷയങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ ബിരുദദാന ചടങ്ങിൽ വെച്ച് വിവിധ അവാർഡുകൾ നൽകി ആദരിച്ചു. 2021 ബാച്ചിൽ നിന്ന് BSc ഓണേഴ്സ് കാർഷികം, BTech അഗ്രി എഞ്ചിനീയറിംഗ്, BTech ഫുഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, BTech ബയോടെക്നോളജി, BSc ഓണേഴ്സ് ഫോറസ്ട്രി, BSc ഓണേഴ്സ് ആൻഡ് BBSc ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ് എന്നിവയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് സർദാർ പട്ടേൽ ഔട്ട്സ്റ്റാൻഡിംഗ് ICAR ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡിന്റെ ഭാഗമായുള്ള കോർപ്പസ് പണം ഉപയോഗിച്ച് സ്വർണ്ണ മെഡലുകൾ B. അമൃതശ്രീ, അക്സ എലിസബത്ത് ജോസ്, നവ്യ G, ആലിസ് ആൻഡ് സജീദ്, M. ആദിത്യ രഘുനാഥൻ, മഞ്ജിമ ഷാജി, മിഖ കോഷ് TL എന്നിവർക്ക് വിതരണം ചെയ്തു. BSc അഗ്രി പ്രോഗ്രാമിൽ 1ാം റാങ്ക് നേടിയ കുമാരി B. അമൃതശ്രീക്ക് ഡോക്ടർ TP മനോമോഹൻദാസ് സ്മാരക എൻഡോമെന്റ് അവാർഡും PG കാർഷിക കീടശാസ്ത്രം പ്രോഗ്രാമിൽ 1ാം റാങ്ക് നേടിയ കുമാരി അഞ്ജു എസിന് ഡോക്ടർ MGRGK നായർ സ്മാരക എൻഡോമെന്റ് അവാർഡും നൽകി. പ്ലാന്റ് പാത്തോളജി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ UG PG വിദ്യാർത്ഥികളായ അഞ്ജനലക്ഷ്മി, സോന ജെയ്സൺ എന്നിവർക്ക് ഫെമി ജോസ് മെമ്മോറിയൽ മെറിറ്റ് അവാർഡും വിതരണം ചെയ്തു. PhD സോയിൽ സയൻസ് പ്രോഗ്രാമിൽ 1ാം റാങ്ക് നേടിയ വിഷ്ണു ചന്ദ്രൻ, PhD ഫോറസ്ട്രി പ്രോഗ്രാമിൽ 1ാം റാങ്ക് നേടിയ അഖില അശോകനും ഡോക്ടർ PKR നായർ അവാർഡും സമ്മാനിച്ചു. പ്രശസ്ത സംഗീതജ്ഞനായ ഇടപ്പള്ളി അജിത് കുമാർ, കുമാരി കൃഷ്ണ അജിത് എന്നിവരും വയലിൻ കച്ചേരിയോടെ പരിപാടി ആരംഭിച്ചു. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ A. സക്കീർ ഹുസൈൻ, വിദ്യാഭ്യാസ വിഭാഗം മേധാവി ഡോക്ടർ യാമിനി വർമ്മ, ഡീൻ ഓഫ് ഫാക്കൽറ്റി അഗ്രി ഡോക്ടർ ജേക്കബ് ജോൺ, ഡീൻ ഓഫ് ഫാക്കൽറ്റി അഗ്രികൾച്ചറൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഡോക്ടർ ജയൻ PR, ഡോക്ടർ EG രഞ്ജിത് കുമാർ, സർവകലാശാലയുടെ ഭരണസമിതി, ജനറൽ കൌൺസിൽ അംഗങ്ങൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ, മാതാപിതാക്കൾ എന്നിവരും സന്നിഹിതരായിരുന്നു. ചിറക്കേക്കോട് എളങ്ങള്ളൂർ മനയിൽ 14ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. 4ാം ദിനമായ ഞായറാഴ്ച ഗണപതി ഹോമം, സഹസ്രനാമജപം, ഗജേന്ദ്രമോക്ഷം, കൂർമാവതാരം, വാമനാവതാരം, മത്സ്യാവതാരം, ശ്രീരാമാവതാരം, പരശുരാമ അവതാരം, ശ്രീകൃഷ്ണ അവതാരം എന്നിവയെക്കുറിച്ചുള്ള പാരായണം നടത്തി. രാത്രി 7 മണിക്ക് സോപാനാമൃതവും ഉണ്ടായിരുന്നു. ഏപ്രിൽ 6 തിങ്കളാഴ്ച വൈകുന്നേരം 6:30 കഥകളി സംഘടിപ്പിച്ചു. ഏപ്രിൽ 7 ചൊവ്വാഴ്ച 6 മണിക്ക് സഹസ്രനാമ ജപവും തുടർന്ന് കോഴിക്കോട് പ്രശാന്ത് വർമ്മയും സംഘവും അവതരിപ്പിച്ച മാനസ ജപലഹരിയും നടത്തി. शिवकामेश्वरी जननी विद्याविलासिनी वरवर्णिनी शिवकामेश्वरी जननी ഒരു ദുഃഖബിന്ദുവായി മാറുന്ന ജീവിതം കരുണാമയമാക്കൂ ഹൃദയം സൗവർണിതയാക്കൂ ഗുണജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി കാതര ഹൃദയ സരോവര നിരുകയിൽ ഉദയാകുലിയാകൂ മംഗളമന്ദസ്മിതം
കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി നാഗഭൂഷിത പതങ്ങളും ചട്ടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം ഹരിണ ചർമ്മവും പണിഗണങ്ങളും നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം ഹരിണ ചർമ്മവും ബണിഗണങ്ങളും വാസുകി പരിവിശോഭിതോ വിമലവക്ഷസും ഭവഭയാപകം വാസുകി പരിവിശോഭിതം വിമലവക്ഷസും ഭവഭയാപകം ചന്ദ്രശേഖരതെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ വാസുകി പരിവിശോഭിതം വിമലവക്ഷസും ഭവഭയാപകം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നീലകണ്ഠതവ നീലകണ്ഠവും അതിൽ പുളഞ്ഞൊര ഹിമാലയം ഭൂതിശോഭ വഴിയും കരങ്ങളിൽ ഠമഠമാരവ കടും നീലകണ്ഠതവ നീലകണ്ഠവും അതിൽ പുളഞ്ഞൊര ഹിമാലയം ഭൂതിശോഭ വഴിയും കരങ്ങളിൽ ഠമഠമാരവ കടും തുടി ശൂലവാണി മഹാത്രിശൂലമതു മൃഗഭൂമി ഗതിയേക്കുവാൻ ശൂലപാണി മഹാത്രിശൂലമതു മൃഗവുമേന്തി ഗതിയേകുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ശൂലപാണി മഹാത്രിശൂലമതു മൃഗവുമേന്തി ഗതിയേകുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. തൃശൂർ കോർപ്പറേഷൻ 19-ാം ഡിവിഷനിലെ കാളത്തോട് പറവട്ടാനി പകൽ വീടിന്റെ നേതൃത്വത്തിൽ സൗജന്യ സംഭാര വിതരണ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നടത്തി. പകൽ വീട് പ്രസിഡന്റ് പി കെ വിൽസന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഡേവിസ് തെർമഡം സ്വാഗതവും ട്രഷറർ ബീന അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു. പറവട്ടാനി ഹെൽത്ത് സർക്കിൾ 1-ലെ JHI ഫെമൽ വർഗീസ് ചടങ്ങിൽ സംബന്ധിച്ചു. PIT NDPS നിയമപ്രകാരം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട 5 കേസുകളിലടക്കം ആകെ 13 ക്രിമിനൽ കേസുകളിൽ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ എബിൻ അറസ്റ്റിൽ. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്ന ആളുകളുടെ PIT NDPS നിയമപ്രകാരം തടങ്കലിൽ ആക്കുന്നതിന്റെ ഭാഗമായി 5 മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിലടക്കം ആകെ 13 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തൃശൂർ ജില്ലയിലെ കൊടകര വില്ലേജ് വല്ലപ്പാടി സ്വദേശി ചെങ്ങിനിയാടൻ വീട്ടിൽ എബിൻ എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തിച്ച് ഉത്തരവ് നടപ്പാക്കും. മയക്കുമരുന്ന് ലഹരി കേസുകളിൽ 1-ലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ ജയിലിൽ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്നതിനുള്ള നിയമമാണ് PIT NDPS നിയമം. എബിൻ 2021-ൽ മലപ്പുറം പൂക്കാട്ടുപാടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് 2 കിലോ കഞ്ചാവുമായി അറസ്റ്റിലായ കേസിലും 2022-ൽ കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് 2.5 കിലോ കഞ്ചാവുമായി അറസ്റ്റിലായ കേസിലും കഞ്ചാവ് ബീഡി വലിച്ച 3 കേസുകളിലടക്കം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട 5 കേസുകളിലും കൂടാതെ കൊടകര, വെള്ളിക്കുളങ്ങര, വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി മോഷണം, അടിപിടി, കാപ്പ നിയമപ്രകാരമുള്ള നാടുകടത്തൽ ഉത്തരവ് ലംഘനം, മനുഷ്യജീവന് അപകടം വരുത്തുന്ന പ്രവൃത്തി ചെയ്യുക എന്നിങ്ങനെയുള്ള 9 കേസുകളിലടക്കം ആകെ 13 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത പ്രചാരണത്തിനൊടുവിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക്. കേരള നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ സിറ്റി പോലീസ് ജില്ലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി.
വെള്ളാനിക്കര ടെൻസ് നഗറിന് സമീപം നിയന്ത്രണം തെറ്റിയ കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം, ഒരാൾക്ക് പരിക്ക്. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന്റെ ആവേശത്തിന് തുടക്കം കുറിച്ച് പാറമേക്കാവ് വിഭാഗം മണികണ്ഠനാൽ പന്തലിന് കാൽനാട്ടി. ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.